മഹത്വമാകട്ടെ. In the name of the Lord be glorified. വീണ്ടും ദൈവവചനമായി ഇവിടെ മുമ്പാകെ നിൽക്കുവാൻ ദൈവം ഒരു അവകാശം കൊടുത്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. I thank the Lord for another opportunity that He has given me to stand before you with the word of the Lord. കഴിഞ്ഞ ശനിയാഴ്ചകളായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം ഫിലമോന്റെ ലേഖനത്തിൽ നിന്നാണ്. For the past few Saturdays, we have been considering our studies from the epistle to Philemon. ഇന്നൊന്ന് നോക്കിയപ്പോൾ അത് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ തുടങ്ങിയതാണ്. And when I just observed it today, I noticed that the study itself started in October of last year. എന്നാൽ ഇതുവരെ ഇപ്പോൾ അതിന്റെ ആ വിഷയത്തിലേക്ക് നാം പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. And at this time we are just going into the subject itself. അതുകൊണ്ട് 8-ാം വാക്യം മുതൽ അതിന്റെ 16-ാം വാക്യം വരെ വായിക്കാം. അതാണ് അതിന്റെ വിഷയം എന്ന് പറയുന്നത്. And therefore let's read starting at verse 8 through verse 16. That is the content of this epistle. The reason for the epistle. The reason for the epistle. അതായത് ലേഖനം എഴുതുവാനുണ്ടായ കാരണം വാസ്തവത്തിൽ ഈ വിഷയമാണ്. This is the reason for Apostle Paul to write this epistle. 8 മുതൽ 16 വരെയുള്ള വാക്യം. ആകയാൽ യുക്തമായത് നിന്നോട് കൽപ്പിപ്പാൻ ക്രിസ്തുവിൽ എനിക്ക് വളരെ ധൈര്യം ഉണ്ടെങ്കിലും പൗലോസ് എന്ന വയസ്സിനും ഇപ്പോൾ ക്രിസ്തുവേശുവിന്റെ ബദ്ധനുമായിരിക്കുന്ന ഈ ഞാൻ സ്നേഹനിമിത്തം അപേക്ഷിക്കത്രേ ചെയ്യുന്നത്. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിനു വേണ്ടിയാകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവൻ ആയിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനം ഉള്ളവൻ തന്നെ. എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. സുവിശേഷ നിമിത്തമുള്ള തടവിൽ എന്നെ ശുശ്രൂഷിക്കേണ്ടതിന് അവനെ നിനക്ക് പകരം എൻ്റെ അടുക്കൽ തന്നെ നിർത്തിക്കൊള്ളുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും നിന്റെ ഗുണം നിർബന്ധത്താൽ എന്ന പോലെ അല്ല, മനസ്സോടെ ആകേണ്ടതിന് നിന്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യുവാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. അവൻ അല്പകാലം വേർപെട്ടു പോയത് അവനെ സദാകാലത്തേക്കും നിനക്ക് ലഭിക്കേണ്ടതിനെ ആയിരിക്കും. അവൻ ഇനിയും ദാസനല്ല, ദാസനു മീതെ പ്രിയ സഹോദരൻ തന്നെ. അവൻ വിശേഷാൽ എനിക്ക് പ്രിയൻ എങ്കിൽ നിനക്ക് ജഡസംബന്ധമായും കർത്തൃസംബന്ധമായും എത്ര അധികം. Reading from verse 8, therefore, though I might be very bold in Christ to command you that what is fitting, yet for love's sake I rather appeal to you, being such a one as Paul the aged, and now also a prisoner of Jesus Christ. I appeal to you for my son Onesimus, whom I have begotten while in my chains, who once was unprofitable to you, but now is profitable to you and me. I am sending him back. You therefore receive him, that is my own heart, whom I wish to keep with me, that on your behalf he might minister to me in my chains for the gospel. But without your consent I wanted to do nothing, and your good deed, that your good deed might not be by compulsion, as it were, but voluntary. For perhaps he departed for a while for his purpose, that you might receive him forever, no longer as a slave, but more than a slave, a beloved brother, especially to me, but how much more to you, both in the flesh and in the Lord. അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളിലൊക്കെയും നമുക്ക് കാണുവാൻ കഴിയും, ആദ്യം അവരെ വന്ദനം ചെയ്യുന്നതായിട്ട് കാണുവാൻ കഴിയും. In all the Pauline epistles we see a particular thing, that there's a greeting given in the beginning. പിന്നീട് ആ സഭയെ കുറിച്ചാണെങ്കിൽ അവരെ കുറിച്ച് ഒരു നല്ല കാര്യം പറയുവാനുള്ളത് ആ പൗലോസ് അവരെ കുറിച്ച് പറഞ്ഞ് അവരെ പ്രശംസിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. And if the epistle is being written to a church, then he would commend that church by observing something good in them. പിന്നീട് ഉപദേശപരമായ കാര്യങ്ങൾ പറയും. Then he would go into an exposition of doctrines. അതിനുശേഷം അത് പ്രായോഗികമായ കാര്യങ്ങളെ കുറിച്ച്, പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ വേണം എന്നതിനെ കുറിച്ച് പറയും. Then he would draw the application of those things in day-to-day life. പിന്നീട് അതിന്റെ കൺക്ലൂഷനായിട്ട് അതിന്റെ കൺക്ലൂഷൻ താൻ ചെയ്യുകയാണ്. And then he would conclude the epistle with a conclusion. അങ്ങനെ ഈ ലേഖനത്തിലും അതേപോലെ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. And the same pattern can be observed in this letter also. ഇത് ആദ്യം
പൗലോസ് അപ്പോസ്തലൻ ഫിലെമോനെയും തന്റെ കുടുംബത്തെയും അവിടെയുള്ള സഭയെയും വന്ദനം ചെയ്യുന്നുണ്ട്. Here, the Apostle Paul in the beginning is giving greetings to Philemon and the church there and his family also. പിന്നെ അതിനുശേഷം ഫിലെമോന്റെ നല്ല സ്വഭാവങ്ങള് ഫിലെമോനിലുണ്ടായിരുന്ന ഗുണങ്ങളെ കുറിച്ച് പറയുന്നു. Then he is describing the good attributes that is in Philemon. And അതിനുശേഷം ആ ഫിലെമോൻ ആ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള സ്നേഹവും വിശ്വാസവും മാത്രമല്ല സഹവിശ്വാസികളോടും ഉള്ള സ്നേഹവും വിശ്വാസവും അതെങ്ങനെ പ്രായോഗികമാക്കി എന്നും താൻ പറയുന്നുണ്ട്. Then he also talks about the love and faith that Philemon had. Not only that the way in which he would show the love and faith to fellow believers. അതാണ് നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത്. അതായത് 7-ാം വാക്യത്തിൽ സഹോദര വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചു എന്നുള്ളത്. അത് ഫിലെമോന്റെ നല്ല ആ തന്റെ വിശ്വാസവും സ്നേഹവും താനത് പ്രായോഗികമായി കാണിക്കുന്നതായിട്ട് അവിടെ നമുക്ക് കാണുവാൻ കഴിയും. That is what we considered last time in verse 7, where he brings the love and faith that he had and practically showed that to his fellow brethren. അതിനുശേഷമാണ് താൻ ഒനേസിമോസിന് വേണ്ടി ഇവിടെ താൻ പക്ഷപാതം ചെയ്യുന്നതായിട്ട് കാണുവാൻ കഴിയുന്നത്. അതാണ് നാം ഇപ്പോൾ വായിച്ചത്. And what we just read in that portion, we see the plea that he makes for Onesimus. അതിനുശേഷം 17 മുതലുള്ള 22 വരെയുള്ള വാക്യങ്ങളിൽ ഫിലെമോന്റെ ആ അനുസരണത്തെ ഒന്നുകൂടെ പൗലോസ് ഉത്സാഹിപ്പിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. And starting at verse 17, what he does is once again point to the character of obedience that Philemon had in him. അതിനുശേഷം 23 മുതലുള്ള വാക്യങ്ങളിൽ അത് കൺക്ലൂഷൻ അല്ലെങ്കിൽ അവരെ വന്ദനം ചെയ്ത് അവിടെ ലേഖനം അവസാനിക്കുകയാണ്. And then in verses 22, 23 and all, he is concluding the epistle with a benediction. ഇവിടെ നാം ഈ ലേഖനം ഇതൊക്കെ നാം പഠിക്കുമ്പോൾ ഈ ഫിലെമോനെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ വാസ്തവത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ എത്രത്തോളം ഞാൻ ഇതിലത്തെ എത്ര കുറവുള്ളവനാണ് എന്ന് തിരിഞ്ഞു നോക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. And as I studied this epistle myself, I have been able to look into my own life and to examine and see how it has been. ഇത് നാം ഈ ലേഖനം ഒരു ദിവസം ഒറ്റ ക്ലാസ് കൊണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ തീർക്കാവുന്ന ഒരു ലേഖനമേ ഉള്ളൂ. അത് കാരണമുള്ള വിഷയം ഒരു കണക്കിൽ അത്രയുമാണ്. We can easily finish this epistle in one session if we wanted to, because the content of the epistle is very simple. എന്നാൽ ഈ നിലയിൽ നമ്മൾ വാക്യപ്രതിവാക്യമായിട്ട് ചിന്തിക്കുമ്പോൾ അത് ഓരോ വാക്യവും നമ്മുടെ ജീവിതത്തോട് എത്രത്തോളം നമുക്ക് പ്രായോഗികമാക്കാം എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. But as we study this verse by verse, it is important for us to apply these things into our own lives and to evaluate our lives in the light of this. അതുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇതൊക്കെ പ്രായോഗികമാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. So may God help us to make these things practical in our day-to-day lives. അതുകൊണ്ട് നമുക്ക് 8-ാം വാക്യത്തിൽ ആകയാൽ യുക്തമായത് നിന്നോട് കൽപ്പിപ്പാൻ യേശു ക്രിസ്തുവിൽ എനിക്ക് വളരെ ധൈര്യമുണ്ട് എങ്കിലും പൗലോസ് എന്ന വയസ്സനും ഇപ്പോൾ ക്രിസ്തുയേശുവിന്റെ ബദ്ധനുമായിരിക്കുന്ന ഈ ഞാൻ സ്നേഹം നിമിത്തം അപേക്ഷിക്കത്രേ ചെയ്യുന്നത് എന്ന് പൗലോസ് പറയുന്നു. Here in starting in verse 8, Paul is saying, therefore, though I might be very bold in Christ to command you what is fitting, yet for love's sake I rather appeal to you, being such a one as Paul the aged. അത് ഈ പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളിൽ നമുക്ക് മിക്കവാറും കാണുവാൻ കഴിയുന്ന ഒരു പ്രയോഗമാണ് ആകയാൽ അതുകൊണ്ട് എന്നുള്ളതായ ഒക്കെ ആ പ്രയോഗം. Oftentimes in Paul's epistles we see the words that are similar to the word therefore or something of that nature. അല്ലെങ്കിൽ വേർഫോർ അങ്ങനെയുള്ള വാക്യങ്ങൾ പറയുന്ന കാരണം അത് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അതുകൊണ്ട് അല്ലെങ്കിൽ ആകയാൽ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. And oftentimes that word is used to connect what he had said so far, and then he is going to say more things, and it is to connect those two things. നീ ഇത്ര നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് ഞാൻ നിന്നോട് ഒരു കാര്യം പറയുവാൻ പോവുകയാണ് എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത്. The word is used to say or communicate this idea that you are a man of this character, good character, and that is why I am going to tell you these things. ഫിലെമോന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിനോട് സഹവിശ്വാസികളോടുള്ള സ്നേഹം
ആ സ്നേഹവും വിശ്വാസവും അതൊക്കെയും തനിക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ നിന്നോട് ചില ഒരു കാര്യം പറയാൻ പോവുകയാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഈ ആകയാൽ എന്നുള്ള വാക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നത്. It is as if Paul is telling Philemon, I know the character that is in you, the spirit of love and faith that is in you, and what you show towards others, and therefore I'm going to say these things. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ആദ്യമായി പറയുന്നത് എനിക്ക് നിന്നോട് കൽപ്പിപ്പാൻ ക്രിസ്തുയേശുവിൽ പ്രാഗൽഭ്യം ഉണ്ട് എന്നാണ്. Here Paul is saying, I am able to command you in Christ Jesus. എന്നാൽ കൽപ്പിക്കുവാൻ ഒരു അപ്പോസ്തലൻ എന്ന നിലയിൽ പൗലോസിനെ ഫിലെമോനോട് കൽപ്പിക്കുവാൻ ന്യായമായ അവകാശമുണ്ട്. As an apostle, Paul certainly had the ability to command this, the authority to command this to Philemon. കാരണം കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് ഈ അധികാരം കൊടുത്തിട്ടുണ്ട്. Because the Lord Jesus Christ has given that authority to his disciples. കാരണം മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു എന്ന് നാം ഇവിടെ വായിക്കുന്നു. When we go to Matthew chapter 10 and verse 1, we read the Lord Jesus calling his disciples. It says this. And when he had called his 12 disciples to him, he gave them power over unclean spirit to cast them out and to heal all kinds of sickness and all kinds of disease. അത് കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് തനിക്ക് ലഭിച്ച കാര്യമാണ്. This is something that he received from the Lord Jesus himself. ഇന്ന് നമുക്ക് ഈ പട്ടത്ത സഭകളിലൊക്കെ കാണാം അവരുടെ തിരുമേനിമാർ കൽപ്പന പുറപ്പെടുവിക്കുന്നതായിട്ട് നാം കേട്ടിട്ടുണ്ട്. These days, if we look at the high churches, we will see how their priests and all, they would decree certain things. ഒരു സ്ഥലത്തുള്ള ഒരു കൂട്ടത്തിൽ അവിടെ ഒരു കാര്യം അവിടുത്തെ ആ പട്ടക്കാരൻ ചെയ്തില്ല എങ്കിൽ അതിന്റെ മേളിൽ നിന്ന് കൽപ്പന വാങ്ങിച്ചു കൊണ്ടുവന്ന് അത് തന്നെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. And if a certain priest wouldn't do certain things, then there is a higher authority that they can go to get letters from them and decree for him to do those things. അതായത് അത് ഞാൻ കേട്ടിട്ടുള്ള പ്രധാനമായ ഒരു കാര്യം, ഒരു വിവാഹം ആ പള്ളിയിലെ പട്ടക്കാരൻ നടത്തി കൊടുക്കയില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ മേളിൽ പോയി തിരുമേനിയുടെ കൽപ്പന വാങ്ങിച്ചു കൊണ്ടുവന്ന് അത് നടത്തിയതായി ഞാൻ കേട്ടിട്ടുണ്ട്. One example that I've heard is of a priest when he disagreed to conduct a wedding of a couple in his parish there, that they went above him and got the letter from the person above, the archbishop or whatever, and came and forced him to do it. അതെ, അങ്ങനെയുള്ള മാനുഷികമായ ചില ചട്ടക്കൂട്ടുകൾക്ക് ഇങ്ങനെ കൽപ്പന കൊടുക്കുവാനുള്ള അധികാരമുണ്ട് എന്നുള്ളത് എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് കാണുകയും ചെയ്യുന്ന കാര്യമാണ്. And this is something that we observe, that these hierarchies and authorities that are man-made are in existence. എന്നാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലന് അങ്ങനെ മാനുഷികമായ ഒരു അധികാരവും അല്ല ഉള്ളത്, കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് ലഭിച്ച അധികാരമാണ്. But Paul's authority was not man-made like that. This was an authority that was given to him by the Lord Jesus Christ himself. അതായത് സ്വർഗത്തിലും ഭൂമിയിലും കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പേ ശിഷ്യന്മാരോട് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതിയോടും സുവിശേഷം അറിയിക്കണം എന്ന്. The Lord Jesus Christ, right before his ascension, he called his disciples and told them that he has received all authority in heaven and on earth, and therefore go and make disciples of all nations. അതെ, അവിടെ വാസ്തവത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇല്ലായിരുന്നു എന്നുള്ളത് ശരിയാണ്. It is true that Apostle Paul was not in the midst of the disciples at that time. എന്നാൽ അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ എന്ന അർത്ഥമാണ്. But the word apostle means one who is sent. അതെ, കർത്താവായ യേശുക്രിസ്തു നേരിട്ട് പൗലോസിനെ വിളിച്ച് വേർതിരിച്ച് അയക്കപ്പെട്ട ഒരു അപ്പോസ്തലനായ പൗലോസ്. And Apostle Paul is one who was called directly by the Lord Jesus, appearing to him and commanding or commissioning him to go with the message. അതേക്കുറിച്ച് നാം അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. That is what we read in Acts of the Apostles chapter
7. എടുക്കണ്ട, വായിക്കുന്ന അതിൽ നമുക്ക് അറിയാവുന്നതായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുവാൻ ഉദ്ദേശിക്കുന്നില്ല. I'm not going into that because we all know that portion. കാരണം കർത്താവ് യേശു ക്രിസ്തു നേരിട്ട് വിളിച്ച ഒരു അപ്പോസ്തലനാണ് പൗലോസ്. Paul is an apostle who Jesus Christ himself called directly. അതിനെക്കുറിച്ച് പൗലോസിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. And Apostle Paul had a good understanding of that. ഗലാത്യയിലെ സഭയ്ക്ക് എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഗലാത്യർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്. അതായത് യേശു ക്രിസ്തു പിതാവായ ദൈവവും കർത്താവായ യേശു ക്രിസ്തുവിനാലും താൻ വിളിക്കപ്പെട്ടവനാണ്. മനുഷ്യരാൽ വിളിക്കപ്പെട്ടവൻ അല്ല, മനുഷ്യരിൽ നിന്നും അല്ല തനിക്ക് അധികാരം ലഭിച്ചതെന്ന് താൻ വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നു. This idea is very clearly seen in the epistle to the Galatians. When we read Galatians chapter 1 and verse 1, Paul says, an apostle not from men nor through men, but through Jesus Christ and God the Father who raised him from the dead, and all the brethren who are with me to the churches in Galatia. In other words, he is very emphatically saying that his apostleship, the authority that he has received, comes directly from the Lord Jesus Christ. അതെ, കർത്താവ് യേശു ക്രിസ്തുവിൽ നിന്ന് അപ്പോസ്തലൻ ആയ വ്യക്തിയാണ് പൗലോസ്. Apostle Paul received his apostleship from the Lord Jesus Christ. അതായത് കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ എന്ന്. അപ്പോസ്തലൻ കൊരിന്ത്യയിൽ ആയിരിക്കുമ്പോൾ അവരോട് പറയുകയാണ്, ഞാൻ അപ്പോസ്തലൻ എന്നുള്ളതായ ആ കാര്യങ്ങൾ അവിടെ വെളിപ്പെട്ടു വന്നല്ലോ, അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും വെളിപ്പെട്ടു എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. When we read 2 Corinthians chapter 12 and verse 12, Apostle Paul says, truly the signs of an apostle were accomplished among you with all perseverance and signs and wonders and mighty deeds. In other words, he is saying, when I was among you, this was very evident, the signs of an apostle, or in other words, he was an apostle. 2 കൊരിന്ത്യർ 13-ന്റെ 10-ാം വാക്യത്തിലും വായിക്കുന്നുണ്ട്, അത് നിമിത്തം ഞാൻ വന്നെത്തിയാൽ ഇടിച്ചു കളയുവാനല്ല, പണിവാനത്രേ, കർത്താവ് തന്ന അധികാരത്തിന് തക്കവണ്ണം ഖണ്ഡിതം പ്രയോഗിക്കാതിരിക്കേണ്ടതിന് ദൂരത്ത് നിന്ന് എഴുതുന്നു. അത് അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, കർത്താവ് തന്ന അധികാരത്തിലാണ് ഞാൻ അവരോട് പറയുകയോ അല്ലെ എഴുതുകയോ ഒക്കെ ചെയ്യുന്നത്, കർത്താവ് തന്ന അധികാരത്തിലാണ് എന്നാണ്. He alludes to his authority again in chapter 13 of 2 Corinthians and verse 10, where he says, therefore I write these things about being absent, lest being present I should use sharpness according to the authority which the Lord has given me for edification and not for destruction. അതായത് പിന്നെയും റോമാലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, കർത്താവ് പിതാവായ ദൈവത്താൽ വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനാണ് എന്ന്. We read in Romans chapter 1 and verse 1 also that Paul is a bondservant of Jesus Christ, called to be an apostle separated to the gospel of God. പിന്നെയും ഗലാത്യയിലെ അതായത് കർത്താവായ അപ്പോസ്തലന്മാരുടെ ലക്ഷണം പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. കൊരിന്ത്യ ലേഖനത്തിൽ അത് താൻ ചോദിക്കുന്നുണ്ട്. In the letter to the Corinthians, he says that he asked the question, haven't I seen the Lord Jesus Christ myself? അതെ, അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, കർത്താവിനെ താൻ കണ്ടു എന്നവിടെ നാം വായിക്കുന്നുണ്ട്. We read Acts 22:17. In Acts chapter 22 and verse 17, he explicitly says that he has seen the Lord Jesus Christ. പിന്നെ ഞാൻ യെരൂശലേമിൽ മടങ്ങി വന്ന് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന നേരം ഒരു വിവശതയിൽ ആയി അവനെ കണ്ടു, നീ ബന്ധപ്പെട്ട് വേഗത്തിൽ യെരൂശലേം വിട്ട് നീ എന്നെ കുറിച്ച് യെരൂശലേം വിട്ട് നീ
എന്നെ കുറിച്ച് പറയുന്ന യെരൂശലേം വിട്ടു പോക, ഈ അവിടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കണ്ടു, കർത്താവ് അവനോട് പറയുന്ന കാര്യമാണ് ഇവിടെ നാം വായിക്കുന്നത്. In verse 17 we read, "Now it happened when I returned to Jerusalem and was praying in the temple that I was in a trance, and I saw him saying to me." So he very clearly says that he saw the Lord Jesus Christ. നീ അവിടെ അതിന്റെ 21 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നീ പോക, ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കലേക്ക് അയക്കും എന്ന് കൽപ്പിച്ചു. Verse 21 says, "Then he said to me, Depart, for I will send you far from here to the Gentiles." അങ്ങനെ കർത്താവ് യേശു ക്രിസ്തുവിനാൽ വിളിച്ച് അയക്കപ്പെട്ട് അധികാരമുള്ള ഒരു അപ്പോസ്തലനാണ് ഈ പൗലോസ് എന്ന് പറയുന്നത്. So Apostle Paul was one who was called and sent by the Lord Jesus Christ and has received authority from the Lord Jesus Christ himself. ആ നിലയിൽ ഫിലെമോനോട് കൽപ്പിക്കുവാൻ പൗലോസ് അപ്പോസ്തലന് അധികാരമുണ്ട് എന്നാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. And in that regard he has the authority to command Philemon in that sense. എന്നാൽ ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, എങ്കിലും ഞാൻ നിന്നോട് അപേക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. But here the apostle says, "Yet for love's sake I rather appeal to you." എങ്കിലും ഞാൻ അപേക്ഷിക്കുന്ന ആ പൗലോസിന്റെ ആ സ്വഭാവം ആണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. And in that phrase where he says, "Yet I rather appeal to you," the character of Paul comes out. ഒരു ദൈവസഭയോട് അല്ലെ ദൈവമക്കളോട് തനിക്കുള്ളതായ തന്റെ ഹൃദയഭാരം അല്ലെങ്കിൽ ഹൃദയം എങ്ങനെയാണ് എന്ന് നമുക്ക് ഫിലിപ്പി ലേഖനത്തിൽ നിന്ന് കാണുവാൻ കഴിയും. We see the heart that Apostle Paul has for a church of God or to a child of God. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. And that is evident in Philippians chapter 1 and verse 8. ക്രിസ്തുയേശുവിന്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു എന്നതിന് ദൈവം സാക്ഷി. For God is my witness how greatly I long for all with the affection of Jesus Christ. ഇവിടെ ക്രിസ്തുയേശുവിന്റെ ആർദ്രതയോടെ കർത്താവ് യേശു ക്രിസ്തുവിനോട് യേശു ക്രിസ്തുവിന് നമ്മോടുള്ള ആ ആർദ്രത അത് എത്രമാത്രം ആണ് എന്ന് മനസ്സിലാക്കിയ പൗലോസെ അതേ നിലയിലാണ് വിശ്വാസികളെ സ്നേഹിക്കുന്നത്. Here we read of the affection of Jesus Christ. In other words, the apostle Paul saw the affection of the Lord Jesus Christ towards people, and with the same affection he says he loves the people there. ഈ ആർദ്രത എന്ന വാക്കിനെ കിങ് ജെയിംസ് വെർഷനിൽ ബൗൾസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. In the King James version, the word affection here is translated bowels. ഇത് പറഞ്ഞാൽ നമ്മുടെ ആന്തരികമായ ഭാഗങ്ങളെ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. And the idea is to point to all the inward parts. അതായത് സ്നേഹത്തിന്റെയും സഹതാപത്തിന്റെയും ഇരിപ്പിടം അല്ലെ അതിന്റെ സീറ്റ് ഈ ബൗൾസ് എന്ന് പറയുന്ന സ്ഥാനമാണ് എന്നാണ് പറയുന്നത്. Because the bowels were considered to be the seat of love and of sympathy. അങ്ങനെ ആ നിലയിൽ ഉള്ള ഒരു ഹൃദയമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. So we see the heart that was in him. എന്നാൽ ന്യൂ കിങ് ജെയിംസ് വെർഷനും മറ്റു പല ട്രാൻസ്ലേഷനുകളിൽ എഴുതിയിരിക്കുന്ന അഫെക്ഷൻ എന്നുള്ള വാക്കാണ്. And in other translations like the New King James and all others, we read the word affection. അവിടെയും ഉദ്ദേശിക്കുന്നത് ഇന്റേണൽ ഓർഗൻ അല്ലെ ആന്തരികമായ അവയവങ്ങൾ എന്നുള്ളതാണ്. And also the idea there is the internal organs or the love with what's inside. നമ്മുടെ ഹൃദയം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. And it includes the heart. അതായത് ഫിലെമോനെ എഴുതിയ ലേഖനത്തിൽ തന്നെ പൗലോസ് അപ്പോസ്തലൻ നീ വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിച്ചു എന്ന് പറയുന്ന അവിടെ ആ ബവൽസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. Also when we read where Apostle Paul says you have refreshed the other believer's heart, the word used there is also bowels. അതായത് ഈ അഫെക്ഷൻ എന്നുള്ള വാക്ക് ഗ്രീക്ക് പദത്തിൽ ഏറ്റവും ശക്തമായ വാക്കാണ്. അതായത് മനുഷ്യന് ആന്തരികമായുള്ള എല്ലാ സഹതാപവും സ്നേഹവും വസിക്കുന്നതിന്
അതിൽ കൂടി ഒരു വാക്ക് ഗ്രീക്ക് പദത്തിൽ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. And it is said that in Greek, that's one of the strongest words that can be used to communicate love, because it is a love that comes from everything that's inside you. അതെ, നമ്മുടെ എൻ്റെ ബോഡി അല്ലെങ്കിൽ എൻ്റെ ബീയിങ് എല്ലാ സകല ശരീരത്തെ മൊത്തമായിട്ട് സംബന്ധിക്കുന്ന ഒരു വിഷയമാണ് ഈ അഫെക്ഷൻ എന്നുള്ള വാക്ക്. Because it relates to everything that is inside you. Your whole being is being called into that love, to communicate that love that's being mentioned here. നമ്മൾ ആ ആർദ്രതയോടെ അല്ലെങ്കിൽ സഹതാപത്തോടുകൂടെ അല്ലെങ്കിൽ വളരെ വളരെ എളിമയോടുകൂടെ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ള. With all affection, with all sympathy, with all humility, we are to love others. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ അതിനകത്ത് 4 മുതലുള്ള വാക്യം നോക്കിയാൽ ആ സ്നേഹത്തിന് പറയുന്ന ചില കാര്യങ്ങളെ കുറിച്ച് അവിടെ നമുക്ക് കാണുവാൻ കഴിയും. When we go to 1 Corinthians chapter 13 and starting at verse 4, we see some of the things that are described concerning love. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല, ദ്വേഷപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹത്തിന്റെ സ്വഭാവം ഇതാണ്. We see verse 4, love suffers long and is kind, love does not envy, love does not parade itself, is not puffed up, does not behave rudely, does not seek its own, it's not provoked, thinks no evil, does not rejoice in iniquity, but rejoices in the truth, bears all things, believes all things, hopes all things, endures all things. ആ നിലയിലുള്ള ഒരു മലയാളത്തിലെ ആർദ്രത എന്ന വാക്ക് വളരെ ശരിയാണ്. ആ ആർദ്രതയോടെ കൂടെയാണ് അപ്പോസ്തലനായ പൗലോസ് സഭകളിലും അല്ലെങ്കിൽ വ്യക്തികളോടും താൻ ഇടപെട്ടുകൊണ്ടിരുന്നത്. So what we read is the character of love, and it is with this kind of affection that Apostle Paul related to the churches and in the individuals that he interacted with. നാം ആദ്യം വായിച്ച വാക്ക് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് കർത്താവ് പറഞ്ഞു. The verse that Chandran uncle read in the beginning, John chapter 13, where the Lord Jesus Christ said, just as I have loved you, you also love one another. പൗലോസ് അപ്പോസ്തലനും യേശുക്രിസ്തു സ്നേഹിച്ച അതേ സ്നേഹം തന്നിലും ഉണ്ടായിരുന്നു. The same love that the Lord Jesus Christ loved others with was in Paul also. അതുകൊണ്ടാണ് താൻ ഫിലിപ്പി ലേഖനത്തിൽ ഫിലിപ്പിനോട് പറയുന്നത്, യേശുക്രിസ്തുവിന്റെ ആർദ്രതയോടുകൂടെ നിങ്ങളെ കാണുവാൻ ഞാൻ വാഞ്ചിക്കുന്നു എന്ന്. That is why he tells the Philippians that he longs to see them with the affection of Jesus Christ. ആ ആർദ്രത ഫിലെമോനോടുള്ള ബന്ധത്തിലും പൗലോസിന് ഉണ്ടായിരുന്നു. And that same affection Paul had towards Philemon. ഫിലെമോനെ അത് നന്നായിട്ട് അറിയുകയും ചെയ്യാമായിരുന്നു. And Philemon was well aware of that. അതുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് നിന്നോട് കൽപ്പിക്കുവാൻ അധികാരമുണ്ട് എങ്കിലും ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു എന്ന് പറയുന്നത്. And that is the very reason why he says, even though I have the authority to command you, I would rather plead with you. ഫിലെമോനും പൗലോസും തമ്മിൽ അതേപോലുള്ള നല്ല ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. And we also understand from this that Paul and Philemon had that kind of a deep relationship. അല്ല എങ്കിൽ ഇന്നത്തെ കാലത്ത് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ നിലയിൽ ഒരു കത്ത് എഴുതി ഒരാൾക്ക് വേണ്ടി കൊടുത്താൽ അതിന് വലിയ പ്രാധാന്യമൊന്നും ഇന്ന് കാണുവാൻ കഴിയുകയില്ല. Because if you think about in today's terms, a letter like this wouldn't communicate much weight. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ അറിയാൻ, താൻ കൊടുത്താൽ, താൻ ഒരു എഴുതി കൊടുത്താൽ ഫിലെമോൻ അത് അനുസരിക്കും എന്ന് നന്നായിട്ട് പൗലോസ് അപ്പോസ്തലന് അറിയാമായിരുന്നു. But the apostle Paul knew very clearly that if he would write a letter like this, that Philemon would be very ready to obey. കാരണം പൗലോസിനെ ഫിലെമോന് നന്നായിട്ട് അറിയാമായിരുന്നു. പൗലോസിനുള്ള ആർദ്രതയും ആ സ്നേഹവും അത് തനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. Because Philemon knew Paul well, and the affection that was in him and the heart that he had. ഇന്ന് നാം പലപ്പോഴും ട്രാക്ട് ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ ഗോസ്പൽ കൊടുക്കുകയും മറ്റേ പലരോട് സുവിശേഷം പറയും, പലപ്പോഴും ഫലം നാം കാണുന്നില്ല എന്നുള്ളതാണ് ശരി. Oftentimes we go and distribute tracts and we would share the gospel with others, but we don't see the fruit that comes out of it. അതിന്റെ കാരണം ഇതാണ്, നമ്മളിൽ ആ ആർദ്രതയും ആ സ്നേഹവും നമ്മളിൽ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നതിൽ യാതൊരു മടിയുമില്ല. And there is no hesitation in saying that the reason for that is because this love and this heart
heart is not seen in us. ആ പൗലോസ് അപ്പോസ്തലൻ ആ നിലയിൽ തനിക്ക് ക്രിസ്തുയേശുവിനുള്ള ആർദ്രത ഉണ്ടായിരുന്നു. ആ നിലയിൽ തന്നെ താൻ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയും അവിടെ സഭകൾ സ്ഥാപിക്കപ്പെട്ടു. Paul had that kind of an affection in him, and that is why everywhere he went, he was able to establish churches. അതെ, എന്നാൽ അതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഞാൻ ഇതൊക്കെ പഠിച്ചപ്പോൾ അല്ലെങ്കിൽ ചിന്തിച്ചപ്പോൾ എന്റെ ജീവിതത്തിലേക്ക് എനിക്ക് തിരിഞ്ഞു നോക്കുവാൻ വളരെ കാരണമായി തീർന്നു. And when I studied these things, I had the opportunity also to look into my own life. അതായത് എത്രമാത്രം ആർദ്രത എനിക്കുണ്ട്, മറ്റുള്ളവരെ എത്രമാത്രം ഞാൻ സ്നേഹിക്കുന്നു. How much affection do I have? How much do I love others? എന്റെ കുറവ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. And I was able to understand my own shortcomings. ഇത് കറക്റ്റ് ചെയ്തു എന്ന് പറയാൻ കഴിയുകയില്ല, എങ്കിലും എനിക്ക് കുറഞ്ഞ പക്ഷേ എന്റെ കുറവ് മനസ്സിലാക്കുവാൻ എനിക്ക് കഴിഞ്ഞു. I wasn't able to correct it, but I was able to understand my shortcomings. അതേപോലെ നാം ഇതൊക്കെയും പഠിക്കുമ്പോൾ, നാം ഈ ലേഖനം പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആർദ്രത, പൗലോസ് അപ്പോസ്തലന്റെ ആർദ്രത, ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുവാൻ നാം ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. When we study God's word, it is important for us to learn these things and to evaluate our lives in the light of that. അതെ, പൗലോസ് അപ്പോസ്തലനെ കൽപ്പിക്കുവാൻ അധികാരം ഉണ്ടായിട്ടും താൻ അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. Apostle Paul had the authority to command, but yet he pleads with Philemon. നമ്മുടെ സമയം ഇവിടെ കഴിഞ്ഞതുകൊണ്ട് ഇതിന്റെ അത്രയും കൊണ്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. Because our time has come, I would like to conclude here. അതുകൊണ്ട് നാം നമ്മെ തന്നെ സ്വയപരിശോധന ചെയ്യുക. നാം സമയമെടുത്ത ഈ ലേഖനം നാം ഈ നിലയിൽ ചിന്തിക്കുകയാണ്. So may we evaluate our own lives, and we are taking our time to go through this epistle. ആ ഫിലമോന്റെ സ്വഭാവം നമുക്ക് ഉണ്ടാകട്ടെ. May we have the character or the character of Philemon. കർത്താവായ യേശുക്രിസ്തുവിന്റെ ആർദ്രത പൗലോസ് അപ്പോസ്തലൻ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് യഥാർത്ഥമായി പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. And the affection of the Lord Jesus Christ, Paul had that. May we also pray and desire that affection would be in us also. അതേ, കർത്താവ് പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. As the Lord Jesus Christ said, when the world sees the love that is in you, they will know that you are my disciples. അങ്ങനെ കാണുമ്പോൾ മാത്രമേ ലോകത്തെ നമുക്ക് സ്വാധീനിക്കുവാൻ കഴിയുകയുള്ളൂ. That is the only way we can influence the world. അല്ലാതെ നമ്മൾ എത്ര പറഞ്ഞാലും എത്ര കൊടുത്താലും ഒന്നും പ്രയോജനം ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. Otherwise, there is no fruit from us giving or from us saying anything. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് സ്വയപരിശോധന ചെയ്യാം. So may we look into our own lives. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്താം. And may we humble ourselves before the Lord. കുറവുകളെ ഏറ്റുപറയാം. And may we confess our shortcomings. തിരുത്താനുള്ളത് നാം തിരുത്താം. And what we can correct, may we correct. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. And for that, may God help each one of us. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. His name be glorified.